നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി കാഴ്ചവെച്ചത്. കാരണം BJPയുടെ ഉരുക്കുകോട്ടകൾ പോലും പൊളിച്ചെടുക്കി ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ കുതിച്ചു വരുന്ന കോൺഗ്രസിനെയാണ് ഇത്തവണ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാനായിട്ട് സാധിച്ചത്. പല സംസ്ഥാനങ്ങളിലും സഖ്യം ചേർന്നാണ് കോൺഗ്രസ് മത്സരിച്ചത്. എന്നാൽ അവിടെയൊക്കെ മികച്ച വിജയമാണ് മുന്നണിക്ക് ലഭിച്ചത്. എന്നാൽ ഡൽഹിയിൽ മാത്രം കോൺഗ്രസിനും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ചത്ര ഒരു നേട്ടം കൈവരിക്കാനായിട്ട് സാധിക്കാതെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ജാമ്യവുമൊക്കെ തങ്ങൾക്ക് അനുകൂലമാവുമെന്ന് കരുതിയ ഇന്ത്യ മുന്നണിക്ക് ഒടുവിലാകട്ടെ നിരാശയാണ് ഉണ്ടായത്. അതോടുകൂടി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി സഖ്യമായിട്ട് മത്സരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ലെന്ന തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ അത് ശരിവെക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് ഒരു മുന്നറിയിപ്പ് എന്നോണം ഭാവിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടുക ചെയ്യരുത് എന്നും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നുമുള്ള ആവശ്യവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഡൽഹി കോൺഗ്രസ് നേതാക്കൾ. ചില കോൺഗ്രസ് പ്രസിഡന്റ്മാർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ചേർന്നാണ് മത്സരിച്ചത്. എന്നാൽ 7 സീറ്റുകളും BJP തൂത്തുവാരുകയായിരുന്നു. ബ്ലോക്ക് ജില്ലാ തലങ്ങളിലെ പ്രതിമാസ യോഗങ്ങളുടെ ഫീഡ്ബാക്ക് അവലോകനം ചെയ്യുന്നതിനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അജണ്ട നിശ്ചയിക്കുന്നതിനുമായി ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് കഴിഞ്ഞ ബുധനാഴ്ച ജില്ലാ പ്രസിഡന്റുമാരുമായിട്ടും നിരീക്ഷകരുമായിട്ടും യോഗം ചേർന്നിരുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം ഡൽഹിയിലെ കുടിവെള്ളക്ഷാമം ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഇതിനെ കൃത്യമായിട്ട് മറികടക്കാൻ സാധിച്ചില്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയൊരു തിരിച്ചടി ഡൽഹിയിലെ ജനങ്ങൾ കാത്തുവെച്ചിട്ടുണ്ട്. കാരണം കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കൂടി ഇനിയും ആത്മീയമായ ഈ ഒരു സഖ്യം അത് തുടർന്നാൽ തീർച്ചയായിട്ടും തിരിച്ചടിയാണെന്ന കണക്കുകൂട്ടലുകൾ കോൺഗ്രസിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആം ആദ്മിയെ മാറ്റി നിർത്തി ഇന്ത്യ സഖ്യം എന്ന ലേബലിൽ ഡൽഹിയിൽ ഇറങ്ങിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. നിലവിൽ ആം ആദ്മിക്ക് അത്ര മികച്ച സാഹചര്യമില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഡൽഹിയിലെ കോൺഗ്രസ് പ്രവർത്തകരും അത് തുറന്നു പറഞ്ഞതോടെ സഖ്യം വിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.